ഹലോ ഫ്രണ്ട്സ്, ഐ ആം ആഷ് ബൂട്ട് സർട്ടിഫൈഡ് ഫുഡ് റിഫ്ലക്സോളജിസ്റ്റ്. ഞാൻ പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കുറേ കാശുകളൊക്കെ ഉണ്ടാക്കി അത് വെച്ച് നമ്മൾ അവസാന കാലഘട്ടത്തിൽ രോഗിയായി പോകുന്നൊരവസ്ഥയിലെത്തുന്നു. ആ രോഗിയായി തീരുന്നതിൽ മുന്നേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്, അതും ഫുഡ് റിഫ്ലക്സോളജിയെ പറ്റി. ഹൈ, വെൽക്കം ടു ഫുഡ് റിഫ്ലക്സോളജി. ഐ ആം ആഷ് ബൂട്ട് സർട്ടിഫൈഡ് ഫുഡ് റിഫ്ലക്സോളജി. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല കാലഘട്ടങ്ങൾ നിങ്ങൾ പരമാവധി അധ്വാനിക്കുകയും ജീവിതത്തിനായി കഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്വന്തം സൗകര്യങ്ങളെ പിന്നിലാക്കിയിട്ട് മക്കൾക്കും കുടുംബത്തിനും ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് ഒരിക്കലും തളരാതെ മുന്നേറി, അതുപോലെ തന്നെ നിങ്ങൾ വിശ്രമം നയിക്കേണ്ട കാലഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളെ അവഗണിച്ചാൽ ഓരോ വർഷവും കടന്നു പോകുന്തോറും നിങ്ങളുടെ ഊർജ്ജവും ചൈതന്യവും നഷ്ടപ്പെട്ട് അത് വളരെ കുറഞ്ഞ് നിങ്ങൾക്ക് എഴുന്നേറ്റ് നിൽക്കാനോ അതേപോലെ നടക്കാൻ പോലും ബുദ്ധിമുട്ടുന്ന ഒരവസ്ഥയിലേക്ക് ജീവിതം നീങ്ങിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങൾ വരുമ്പോൾ അന്ന് നിങ്ങളെ സഹായിക്കാൻ മറ്റുള്ളവർ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിൽ മാത്രം ആശ്രയിച്ച് നിങ്ങൾ നിൽക്കരുത്. മറ്റുള്ളവർ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു താങ്ങുവിടയാകുമെന്നുള്ള ചിന്ത നിങ്ങൾ ഒഴിവാക്കേണ്ടത് വളരെ കൂടുതലാണ്. കാരണം ഇന്നത്തെ നമ്മളുടെ സാഹചര്യം അതുപോലെ തന്നെയാണ്. അതുകൊണ്ട് നിങ്ങളുടെ കാലുകൾക്ക് ബലവും സ്ഥിരതയും ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എഴുന്നേറ്റ് നിൽക്കുവാനും അതേപോലെ തന്നെ ഇരിക്കുവാനും സ്വതന്ത്രമായിട്ട് നടക്കുവാനും കഴിയുമെന്നുള്ള പൂർണ്ണ ബോധ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഒന്നാണ് ഫുഡ് റിഫ്ലക്സോളജി എന്ന് പറയുന്നത്. ഇതിൽ മരുന്നുകളോ ലേപനങ്ങളോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നുമില്ലാതെ വളരെ നിങ്ങൾക്ക് കാലിൻ്റെ ഫീറ്റിനടിയിൽ നമ്മളുടെ ഫുഡ് റിഫ്ലക്സോളജി ചെയ്യുമ്പോൾ അതുകൊണ്ട് തന്നെ ഫുഡ് റിഫ്ലക്സോളജി നിങ്ങളുടെ ആരോഗ്യത്തിനും ശരീരത്തിനും എത്രമാത്രം ഗുണകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്ന് നിങ്ങൾ അറിയുക. നിങ്ങൾ ഇതിനെപ്പറ്റി അറിയുകയും പഠിക്കുകയും അനുഭവിക്കുകയും ചെയ്യേണ്ടത് അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒന്നാണ്. കാരണം 50 കഴിഞ്ഞ ആൾക്കാർ പ്രത്യേകിച്ചും ഫുഡ് റിഫ്ലക്സോളജി നിങ്ങളുടെ തുടർച്ചയായി ഒരു ജീവിതശൈലിയായി മാറ്റേണ്ടതുമാണ്. ഇന്ന് തന്നെ റിഫ്ലക്സോളജി ഒരു തുടക്കമാക്കി നിങ്ങളുടെ സമ്പാദ്യം നിങ്ങളുടെ ആരോഗ്യത്തിനും സുരക്ഷയ്ക്കും വേണ്ടി ചെലവഴിക്കുക. അതുപോലെ തന്നെ അതൊരിക്കലും മറ്റുള്ളവർക്കായി നിങ്ങളുടെ മക്കൾക്കോ ബന്ധുക്കൾക്കോ മാറ്റിവെക്കേണ്ട ഒരു ആവശ്യകതയുമില്ല. നിങ്ങളുടെ ആരോഗ്യം നിങ്ങളുടെ ഉത്തരവാദിത്തമാണെന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തുന്നു. ഫുഡ് റിഫ്ലക്സോളജി എന്ന് പറയുന്നത് നിങ്ങൾ ഫുഡ് എന്ന് തന്നെ പറഞ്ഞാൽ നിങ്ങളുടെ കാഫ് മസിൽസ് പിന്നെ സെക്കൻഡ് ഹാർട്ടാണ്. അതുകൊണ്ട് നിങ്ങൾ ഓർക്കുക, നിങ്ങളുടെ ജീവിതശൈലിയിൽ മാറ്റങ്ങൾ വരുത്തിയാൽ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് നടക്കാനുള്ള സാഹചര്യം ഉണ്ടാകുള്ളൂ. അല്ലാതെ നിങ്ങളൊരു ഊന്നുവടിക്ക് വേണ്ടി മറ്റുള്ളവരെ ആശ്രയിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം എപ്പോഴും പിറയിലേക്ക് പോകും. ഒരു ഇരുന്ന അവസ്ഥയിൽ നിന്ന് നിങ്ങൾ ബെഡിലേക്ക് മാറേണ്ടതായി വരും എന്നുള്ള പൂർണ്ണ വിശ്വാസം നിങ്ങൾക്കുണ്ടാകുക. അതുകൊണ്ട് നിങ്ങൾ ഫുഡ് റിഫ്ലക്സോളജി സ്റ്റാർട്ട് ചെയ്ത് ഇതിനെപ്പറ്റി നിങ്ങൾ നന്നായി പഠിക്കുക. ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടുതൽ അറിവ്, അതുപോലെ നിങ്ങളുടെ യൂട്യൂബ് ചാനലും ഇതിനെപ്പറ്റി കൂടുതലായിട്ട് വിവരങ്ങൾ കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഏറ്റവും നല്ല ഒരു ട്രീറ്റ്മെൻറ്റാണ് ഫുഡ്